ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീലക്ഷ്മി യാത്ര ചെയ്ത് വന്ന ക്ഷീണത്തിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക കേട്ടോ. ബസ്സിൽ നിന്ന് ഇങ്ങനെ ഉറങ്ങിയിരുന്നു. ഒന്നാമത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇങ്ങനെ തീരെ സുഖമില്ലായിരുന്നു, പിന്നെ അമ്മയ്ക്കും സുഖമില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി ആയിട്ട് നേർച്ചക്കട ഉണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി മമ്പുറത്തേക്ക് പോയത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പോയി കൊടുക്കണം എന്ന് ഓർത്തിരുന്നു. അപ്പോൾ തീരെ വയ്യാത്തതുകൊണ്ട് പോയില്ല. അപ്പോൾ ഈ ഞായറാഴ്ച ഞാൻ പോയി. ഞാൻ എല്ലാ മാസവും എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പൈസ ഞാൻ മമ്പുറത്തേക്ക് കൊടുക്കലുണ്ട് കേട്ടോ. കാരണം നമ്മൾ അവരൊക്കെ ഇതും കൊണ്ട് നീട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കലുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ മാസം ഞാൻ പോയിട്ടില്ല, വയ്യാത്തതുകൊണ്ട് പനിയൊക്കെ കൂടിയായിട്ടൊക്കെ കിടന്നു. എല്ലാ മാസവും ഞാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എല്ലാത്തിലും വിശ്വസിക്കും. അപ്പോൾ ശ്രീലക്ഷ്മി പോയി വന്ന ക്ഷീണത്ത് കുത്തിരിക്കുകയാണ്. അപ്പോൾ അതാ മമ്പുറത്തുനിന്ന് പോയിട്ട് വന്നപ്പോൾ കൊടുന്നതാണ് അമ്മമ്മയ്ക്ക് പണ്ടത്തെ നാരങ്ങ മുട്ടായി കേട്ടോ. ഉണ്ടോ, 2 പാക്കറ്റ് നാരങ്ങ മുട്ടായി വാങ്ങി 10 ഉറുപ്പ്യ ഒന്നിന്. അങ്ങനെ അതാ മമ്പുറം മുട്ടായി മമ്പുറത്തുനിന്ന് വരുമ്പോൾ അതിനൊരു പേരുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അറബിയിൽ അങ്ങനെ എന്തോ ഒരു പേരുണ്ട്, അറിയില്ല. അപ്പോൾ ആ മുട്ടായി വാങ്ങി ഇതാക്കണം. യാറ മൂടാൻ ഒരു പട്ട് വാങ്ങിയത് അവിടെ മൂടി. പിന്നെ അവിടുന്ന് എണ്ണ തന്നു, ചന്ദനത്തിരി തന്നതാണ്. അപ്പോൾ കത്തിച്ചോളാൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് കിട്ടണ ബർക്കത്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. അത് നിങ്ങളെവിടെ വെച്ചമ്മ ബർക്കത്ത്? അവിടുന്ന് കിട്ടണ ബർക്കത്താണ് കേട്ടോ അത്. ഇതും ഈ പട്ടിൻ്റെ ഒരു കഷ്ണം ഈ അരി പാക്കറ്റ് അവിടുന്ന് തരും. അത് നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു അരിയിൽ കൊണ്ടുപോയി ഇട്ടാൽ നമുക്കൊരിക്കലും ദാരിദ്ര്യം വരില്ല എന്നാണ് അങ്ങനെ പണ്ടുള്ളവർ അവിടുന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ പോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്കും ഞാൻ എന്തുണ്ടെങ്കിലും പോകലുണ്ട്. ഞാൻ പറഞ്ഞ് അത് കൊടുക്കലുണ്ട്, അധികം താമസിക്കലില്ല. പറഞ്ഞത് ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ സൂക്കട് മാറി ഞാൻ കൊടുക്കും പറഞ്ഞിരുന്നു, അത് കൊടുത്തു. അപ്പോൾ അതാ അതിൻ്റെ ബർക്കത്താണ്. ഇത് അമ്മയ്ക്ക് കിട്ടിയതാട്ടോ. അമ്മയ്ക്ക് കുറേ ആയിട്ട് പെൻഷനൊക്കെ മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് പെൻഷൻ കിട്ടണില്ല പറഞ്ഞുകൊണ്ട് അമ്മ ഒരു പ്രയാസത്തിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞു പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മമ്പുറത്തെ തങ്ങൾക്ക് ഒരു നേർച്ച ഉണ്ട്, അപ്പോൾ അത് ഞാൻ കൊടുക്കും, എനിക്ക് കിട്ടട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പറയാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഇത് കയ്യിൽ വെക്കാൻ ഇതിൽ വെക്കാൻ പറഞ്ഞു. എനിക്കും തന്നു കേട്ടോ ഒരു പാക്കറ്റ്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ കൊടുന്നു. അത് കൊണ്ടുവന്നാൽ ഒരിക്കലും നമ്മളെ പെരയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്നോട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവട്ടെ, നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ച് പോകാനും പറഞ്ഞു. അത് മനസ്സിൽ വിചാരിച്ച് നമ്മൾ പോകുന്നു. ഒന്നാണെങ്കിൽ ഒരു 2-3-4 കല്യാണത്തിലുള്ള ജനങ്ങളുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ഈ 90 കഴിഞ്ഞ കുട്ടികളെയൊക്കെ കൊണ്ട് ഞങ്ങൾ പോണ വരി കൂടെ ഉണ്ട് വന്നിട്ട്. അവർക്ക് അപ്പുറത്ത് കൂടെ കയറാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രസവിച്ച് 90 ആവാത്ത തോന്നുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ പോണ ഭാഗത്ത് കൂടിയാണ് പോയിട്ടുള്ളത്. പിന്നെ അവർ 4-3:30 വാങ്ങി കൊടുത്തിട്ട് നിസ്കാരത്തിന് അവിടെ അടച്ചിരുന്നു. പിന്നെ അടച്ച് തുറന്നതിന് ശേഷം നല്ല തിരക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞു പിന്നെ പോന്നു. ശ്രീലക്ഷ്മിക്ക് ഇതവർ എപ്പോഴും പറയ്ക്ക് നിങ്ങൾ ആദ്യത്തെ മാതിരി നിങ്ങളൊന്നും വാങ്ങിത്തരും പൈസ ഇല്ലാന്നിട്ടാന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഓരോരോ കഷ്ടപ്പാടും ദുരിതങ്ങളുമായിട്ട് ഒന്നും വാങ്ങിക്കൊടുക്കലില്ല. അപ്പോൾ അതാക്കുന്ന ഒരു മാല വേണമെന്ന് പറഞ്ഞ് റോസ് ഗോൾഡാണ് കേട്ടോ, 7 ഉറുപ്പ്യാണ് ആ മാലയ്ക്ക്. അത് വാങ്ങിക്കൊടുത്തു, അതന്നെ ഉള്ളൂ. വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ എന്താണ്, പിന്നെ ചേച്ചീൻ്റെ കുട്ടി അവന് ഊത് വാങ്ങി വെച്ചിരുന്നു ചെറിയ കുപ്പി. അപ്പോൾ അത് ഉണ്ട്, അത് കൊടുക്കണം. പിന്നെ അമ്മയ്ക്ക് ബിരിയാണി വാങ്ങിക്കൊടുന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി ബിരിയാണി പറയുന്നു, പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ അതാ ബിരിയാണി 2 മസാല ദോശയും വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ തുണിയാൾ കഴുകാൻ വേണ്ടിയിട്ട് പോയി. വന്നിട്ട് വേണം ചായ ഉണ്ടാക്കാമെന്ന് ഓർത്തു. ചായ ഉണ്ടാക്കാൻ നിന്നില്ല, ഇപ്പോൾ ചായ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കട്ടോ. ഇത് അമ്മ അതാ കിടക്കും, മുരളി അതാ കിടക്കും. അപ്പോൾ അതാ കൊടുന്നതൊക്കെ അതേമാതിരി വെച്ചിട്ടുള്ളൂ, ഒന്നും കാട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ തുണി കഴുകാൻ പോയി. മേൽ കഴുകാനുണ്ട്, ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് വേണം മേൽ കഴുകാൻ. അപ്പോഴത്തെ ഞങ്ങളുടെ ചാനൽ ഒന്നും കൂടിയും പറയട്ടെ, ഞങ്ങളുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.